വേണമല്ലോ ഇപ്പൊ ഒന്ന് പൊട്ടിക്കരഞ്ഞ കന്തം കമ്പികളെ. പിന്നീട് കരയാൻ പോലും ടൈം കിട്ടിയെന്ന് വരില്ല. ഈ ഇടുക്കി നേരെ അക്രമം അഴിച്ചുവിട്ട മണ്ടന്മാരായ അന്തം കമ്പികൾക്ക് ഇനി അങ്ങോട്ട് നല്ല സുഖമായിരിക്കും. ഇനി ഇറങ്ങാൻ പോണത് NIA ആണ് മക്കളെ. കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന വധശ്രമം ആയതിനാൽ ഉടനെ തന്നെ NIA കളത്തിലിറങ്ങാനാണ് ചാൻസ്. വിപ്ലവം എന്ന് കരുതി ഈ അന്തം കമ്പികൾ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾക്ക് നൽകേണ്ടി വരുന്ന വില എന്താണെന്ന് അറിയാമോ? ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 109 അനുസരിച്ച് ED ഉദ്യോഗസ്ഥർക്ക് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പോലും 10 വർഷം വരെ കഠിന തടവ് ലഭിക്കും. ഇനി അഥവാ ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലോ ജീവപര്യന്തം വരെ ജയിലിൽ കിടക്കേണ്ടി വന്നേക്കാം. പിന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുള്ള 2 വർഷം വരെ തടവ് ശിക്ഷ വേറെയും. പാർട്ടി വിരട്ടിയാൽ കേസ് മുക്കിക്കളയാൻ ഇത് കേരള പോലീസ് അല്ല മക്കളെ. കൊള്ളയും അഴിമതി നടത്തി കോടീശ്വരന്മാരായ നേതാക്കൾക്ക് വേണ്ടി വിപ്ലവം നടത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വന്തം വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കിയില്ലേലും കുഴപ്പമില്ല. ചുരുങ്ങിയത് എത്ര വർഷം ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരുമെന്നെങ്കിലും വെറുതെ കണക്ക് കൂട്ടാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നേ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമായിരുന്നോ? വെറുതെയാണ് ഇവന്മാരെ അന്തം കമ്പികളെന്ന് വിളിക്കുന്നത്.